ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അടിപൊളി ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ELCB, നമ്മുടെ സിംഗിൾ ഫേസ് ELCB 230 വോൾട്ടിന്റെ ഒരു ELCB നമ്മുടെ ക്ലോക്കിലെ ബാറ്ററി ഉപയോഗിച്ച് ട്രിപ്പ് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു എക്സ്പെരിമെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് പോകാം. ഈ ഒരു ELCBയുടെ മുകളിൽ നമ്മൾ ട്രിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ELCBയുടെ ഉള്ളിലെ നമ്മുടെ കറണ്ട് കോയിലും അതേപോലെ തന്നെ സെൻസിങ് കോയിലിൻ്റെ മുകളിൽ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതെങ്ങനെയാണ് നടക്കുന്നത് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു LED വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കറണ്ട് കോയിൽ ഏതുമായിട്ട് ഫേസ് ആയാലും വേണ്ടില്ല, ന്യൂട്രൽ ആയാലും വേണ്ടില്ല, ഏതെങ്കിലും ഒരു കറണ്ട് കോയിലിൻ്റെ മുകളിൽ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടിലാണ് നമ്മൾ ഈ ഒരു ബാറ്ററി 1.5 വോൾട്ടിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ സെൻസിങ് കോയിൽ ഔട്ട്പുട്ട് കോയിലിൽ നമ്മൾ ഒരു LEDയുടെ 2 ടെർമിനലും കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് നമ്മൾ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് നേരെ ELCB എങ്ങനെ ട്രിപ്പ് ആവുന്നുള്ള ഇതിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു ചെറിയൊരു ബാറ്ററി ഉപയോഗിച്ചാണ് നമ്മൾ ട്രിപ്പിംഗ് നടത്തുന്നത്. നമ്മളുടെ എർത്ത് ലീക്കേജ് അതേപോലെ തന്നെ മിന്നലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനു മുമ്പ് ആ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അങ്ങനെ ട്രിപ്പ് ആവുന്നതിനുള്ള ആ ഒരു ഉള്ളിലെ കോയിലൊക്കെ വെച്ച് നമ്മൾ കാണിച്ചു. അതേപോലെ തന്നെയാണ് ഇവിടെയും വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ആ കറണ്ട് കോയിലിലേക്ക് നമ്മൾ ന്യൂട്രൻ്റെയും ഫേസും അതേപോലെ തന്നെ ഇതിലേതെങ്കിലും ഒന്നിൽ, അതായത് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലാണ് നമ്മളിത് ഷോർട്ട് ആക്കുന്നതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഫേസിലും ന്യൂട്രലും കൊടുത്തിട്ട് ഔട്ട് ലോഡ് ചെയ്യുന്നില്ല. ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് വർക്കിംഗ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ട്രിപ്പ് ആവില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമായിട്ടാണ് ഇങ്ങനെ ട്രിപ്പ് ആവുന്നതും കൂടി ആണ് നമ്മൾ കാണിക്കുന്നത്, ട്രിപ്പ് ആവുന്നത് എങ്ങനെയെന്ന്. അപ്പോൾ ഒരു കോയിലിൽ മാത്രം കറണ്ട് പ്രവേശിക്കുന്നത് മാത്രമേ ഇത് ട്രിപ്പ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു ELCBയുടെ അടുത്തുള്ള കറണ്ട് കോയിലിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ സെൻസിങ് കോയിലും കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വർക്കിംഗ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായി വരുന്നത് 2 വയറിൻ്റെ ആവശ്യം മാത്രമേ വരുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ന്യൂട്രൻ്റെ ഇൻപുട്ടിലും ന്യൂട്രൻ്റെ ഔട്ട്പുട്ടിലും കൊടുക്കുക, അല്ലെങ്കിൽ ഫേസിൻ്റെ ഇൻപുട്ടിലും അല്ലെങ്കിൽ ഫേസിൻ്റെ ഔട്ട്പുട്ടിലും മാത്രമാണ് നമ്മൾ 2 വയർ എടുക്കുന്നത്. 4 വയർ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്മുടെ സെൻസിങ് കോയിൽ അതേപോലെ കറണ്ട് കോയിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്നെങ്കിൽ നമ്മളെ ക്ലോസ് ആയിട്ട് അതേപോലെ ഈ ന്യൂട്രൻ്റെതും അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലസും മൈനസും നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ ട്രിപ്പ് ആവും. പക്ഷേ നമുക്ക് പ്ലസും മൈനസും ചില ELCB പ്രശ്നം വരുന്നുണ്ട്, ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ELCB പ്രശ്നം വരുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് പ്ലസും മൈനസും മാറി ട്രിപ്പ് ആവില്ല. അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ നെഗറ്റീവും ഔട്ട്പുട്ടിൽ പ്ലസ്സും ആണ് കൊടുക്കുന്നത്. ആ സമയത്താണ് നമുക്ക് ട്രിപ്പ് ആവുന്നത്. അപ്പോൾ ആ ട്രിപ്പിങ്ങിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസ് കോയിൽ, അതായത് ഫേസ് കറണ്ട് കോയിലും അതേപോലെ തന്നെ ഫേസിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഔട്ട്പുട്ടിലും ഒരു വയർ കൊടുത്തിട്ട് ആ ഒരു വയറിലേക്ക് നമ്മുടെ ഈ ഒരു ക്ലോക്കിലെ ബാറ്ററിയുടെ പ്ലസും മൈനസും നമ്മൾ ഷോർട്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ELCB ട്രിപ്പ് ആക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ELCB ഓണാക്കിയതിന് ശേഷം നമ്മുടെ ഇൻപുട്ടിൽ നമ്മൾ നെഗറ്റീവ് കൊടുത്തു, അതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ നമ്മൾ ഇതിൻ്റെ പ്ലസും കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ELCBയുടെ ഇത് നമ്മൾ വേറെ കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ELCBയുടെ ഒരു ബട്ടൺ നമുക്ക് T എന്ന ബട്ടൺ അമർത്തിയാലോ അല്ലെങ്കിൽ താഴ്ത്തിയാലോ മാത്രമേ ഓട്ടോമാറ്റിക്, അതായത് നമ്മൾ ഈ ഒരു കണക്ഷൻ കൊടുത്ത സമയത്ത് മാത്രം താഴ്ന്ന് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ നമ്മളൊന്ന് പൊളാരിറ്റി തിരിച്ചു കൊടുക്കുകയാണ്. പോസിറ്റീവ് നെഗറ്റീവിൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തിരുന്നത് നേരത്തെ നെഗറ്റീവായിരുന്നു. ആ നെഗറ്റീവ് നമ്മൾ പോസിറ്റീവും ഔട്ട്പുട്ടിൽ നമ്മൾ നെഗറ്റീവും കൊടുത്തിട്ട് ആ ഒരു ഇത് ട്രിപ്പ് ആവുന്നില്ല. അതായത് നേരെ തിരിച്ചു കൊടുത്തപ്പോൾ ട്രിപ്പ് ആവുകയും ചെയ്തു. അതേപോലെ നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ ഫേസിൻ്റെ കറണ്ട് കോയിലാണ് നമ്മൾ ടെസ്റ്റ് നടത്തിയിരുന്നത്. ഇനി നമുക്ക് ന്യൂട്രലിൻ്റെ ടെസ്റ്റ് അതേപോലെ നടത്തുകയാണ്. അപ്പോൾ താഴെ ഭാഗത്ത് നെഗറ്റീവും മുകൾ ഭാഗത്ത് പ്ലസും കൊടുക്കണം. നമ്മൾ ELCB സ്വിച്ച് ഓൺ ആയിരിക്കണം. അപ്പോൾ കാണാം, നിങ്ങൾക്ക് ഇത് താഴ്ന്ന് കാണാം. അപ്പോൾ നമ്മൾ വേറെ ഒരു കണക്ഷൻ കൊടുത്തില്ല. ഈ ഒരു 1.5 വോൾട്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ ട്രിപ്പ് ആക്കിയിരിക്കുന്നത്. ഇത് നേരെ തിരിച്ച് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ പ്ലസ് നമ്മൾ ഇൻപുട്ടിലും നെഗറ്റീവ് ഇതിലും കൊടുത്തു, ഇതും ട്രിപ്പ് ആവുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റോടെ ചെയ്യുകയാണ്. നമുക്ക് 1.5 വോൾട്ട് അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവും പോസിറ്റീവും മാറ്റിക്കൊണ്ട് അങ്ങനെ എന്താ ഫ്രീക്വൻസിയിലെ മാറ്റം എന്താ പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 3.7 വോൾട്ട് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത അതേപോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടിലും ഷോർട്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ഡ്രോണിൻ്റെയൊക്കെ വരുന്ന ലിഥിയം അയൺ പോളിമർ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത് 3.7 വോൾട്ടിൻ്റെ. ഇതേപോലെ ആദ്യം കൊടുത്ത പോലെ നമ്മൾ ELCBയുടെ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം താഴെ ഭാഗത്ത് നെഗറ്റീവും അതേപോലെ തന്നെ പോസിറ്റീവും കൊടുത്തിട്ട് നമ്മൾ ട്രിപ്പ് ആവുമെന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ ട്രിപ്പായത് നമ്മൾ നേരെ ഇനി അതേപോലെ തന്നെ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ്. പൊളാരിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോണ്. അപ്പം ചേഞ്ച് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം ഇത് ട്രിപ്പ് ആവുമല്ലോ. നമുക്ക് നോക്കാം. നേരത്തെ അതേപോലെ തന്നെ ട്രിപ്പ് ആവുന്നില്ല. ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രിക്സുള്ള വീഡിയോസും നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല ടെക്നിക്കൽ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.